ആനിക്കാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2025 പിറന്നത് വലിയ ദൈവാനുഗ്രഹത്തോടെയായിരുന്നു. അജോ കൊച്ചുറുമ്പിലിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ മുഖ്യ കാർമ്മികനായി എത്തിച്ചേർന്നത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലായിരുന്നു. കുരിശടിയിൽ എത്തിച്ചേർന്ന പിതാവിനെയും അജോ കൊച്ചുറുമ്പിലിനെയും ഇടവക വികാരി ജോസഫ് മംഗലത്തിലച്ചനും സഹവികാരി തോമസ് നാട്ടുനിലത്തച്ഛനും ഇടവക സമൂഹവും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ആനിക്കാട് മാതൃവേദിയിലെ അമ്മമാർ ഒരേ നിറത്തിലുള്ള സാരി ഉടുത്ത് മുത്തുക്കുടകളുമേന്തി ഇരുവശങ്ങളിലുമായി നിന്ന് പുഞ്ചിരിയോടെ ഇവരെ സ്വാഗതം ചെയ്തു. ദേവാലയത്തിലെത്തി മുട്ടുകുത്തി റാഫേൽ തട്ടിൽ പിതാവ് ഇടവക സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വലിയ ദൈവകൃപയുടെ നിമിഷങ്ങളായി മാറി. വിശുദ്ധ ബലി അർപ്പണം, കൂദാശകളുടെ പരികർമ്മം, തിരുക്കർമ്മങ്ങളുടെ അനുഷ്ഠാനം എന്നിവയ്ക്കാവശ്യമായ അധികാരവും പ്രസാദപരവും പുരോഹിതർക്ക് നൽകുന്ന കൂദാശയാണ് തിരുപ്പട്ടം. കൈവെപ്പും തുടർന്നുള്ള ആഘോഷപൂർവമായ കൂദാശ പ്രാർത്ഥനയും വഴിയാണ് തിരുപ്പട്ട കൂദാശ നൽകുന്നത്. തിരുപ്പട്ട കൂദാശയിൽ ആത്മാവിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത കൗദാശിക മുദ്ര പതിക്കുന്നു. അതിനാൽ ഇത് ആവർത്തിക്കാനോ താൽക്കാലികമായി നൽകുവാനോ പാടില്ല. ക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരെ ഭാരമേൽപ്പിച്ച ദൗത്യം യുഗാന്ത്യത്തോളം സഭയിൽ നിർവഹിക്കപ്പെടുന്നത് തിരുപ്പട്ട കൂദാശയിലൂടെയാണ്. സുവിശേഷം പ്രസംഗിക്കാനും വിശ്വാസികളെ മേയ്ക്കുവാനും പുതിയ നിയമത്തിലെ യഥാർത്ഥ പുരോഹിതരെന്ന നിലയിൽ ദൈവാരാധന നടത്തുവാനുമായി അവർ തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ പരമോന്നത നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ ഛായ പേറുന്നവരാണ്. തിരുപ്പട്ട കൂദാശ ഒരു വിശുദ്ധ ശക്തി പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റേതല്ലാതെ മറ്റൊന്നുമല്ല. ഈ അധികാരത്തിൻ്റെ വിനിയോഗത്തിന് സ്നേഹത്തെ പ്രതി തന്നെ ഏറ്റവും ചെറിയവനും എല്ലാവരുടെയും ദാസനുമാക്കിയ ക്രിസ്തുവിൻ്റെ മാതൃകയാണ് മാനദണ്ഡമാക്കേണ്ടത്. പൗരോഹിത്യ സ്വീകരണ സമയത്ത് അവർ മെത്രാനോട് നടത്തുന്ന അനുസരണ വാഗ്ദാനവും തിരുപ്പട്ട ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് അർപ്പിക്കുന്ന സ്നേഹചുംബനവും അദ്ദേഹം അവരെ തൻ്റെ സഹപ്രവർത്തകരും പുത്രരും സഹോദരരും സുഹൃത്തുക്കളുമായി പരിഗണിക്കുന്നു എന്നും പകരം അവർ അദ്ദേഹത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ബാധ്യസ്ഥരാണെന്നുമാണ് അർത്ഥമാക്കുന്നത്. ക്രിസ്തു അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് പുരുഷന്മാരെ തിരഞ്ഞെടുത്തതിനാൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ സാധുവായ വിധത്തിൽ തിരുപ്പട്ടം സ്വീകരിക്കാനാവൂ. കർത്താവ് തന്നെ നടത്തിയ ഈ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് സഭ മനസ്സിലാക്കുന്നു. ഈ കാരണത്താൽ സ്ത്രീകൾക്ക് പട്ടം കൊടുക്കുക സാധ്യമല്ല. വാസ്തവത്തിൽ ആരും സ്വയമായി ഈ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രത്യേക വിളി മൂലമാണ് ഓരോ പുരോഹിതനും സഭയിൽ നിയമിതനാകുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പുരോഹിതർ ഏറെ ബഹുമാനത്തിനും ആദരവിനും സ്നേഹത്തിനും അർഹരാണ്. കർത്താവിനും കർത്താവിൻ്റെ കാര്യങ്ങൾക്കുമായി അഭിഭക്തമായ ഹൃദയത്തോടെ സ്വയം പ്രതിഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടവരായ അവർ തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി നൽകുന്നു. സഭാ ശുശ്രൂഷകൻ ഏതിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെടുന്നുവോ ആ പുതിയ ജീവിതത്തിൻ്റെ അടയാളമാണ് ബ്രഹ്മചര്യം. സന്തോഷനിർഭരമായ ഹൃദയത്തോടെ അത് സ്വീകരിക്കുന്നവൻ ഉജ്ജ്വലമായി ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. പൗരോഹിത്യം ഇല്ലായിരുന്നുവെങ്കിൽ സഭയ്ക്ക് ജീവൻ നൽകുന്ന വിശുദ്ധ കുർബാന അർപ്പണം സാധ്യമാകുമായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ ഏകബലിയുടെ പാപമോചന ശക്തിയും രക്ഷാകര ഫലങ്ങളും മനുഷ്യവർഗം മുഴുവനും എക്കാലവും പകർന്നു നൽകുന്നത് പുരോഹിതരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വൈദികർ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നിത്യപുരോഹിതനായ ഈശോ എന്ന പ്രാർത്ഥനയ്ക്കൊപ്പം ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്കുമല്ലോ. എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
തനിക്കിഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവർ അടുത്തു വന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം. എന്നിട്ട് അവിടുന്ന് തന്നോടുകൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും അധികാരം നൽകി. ഈ നല്ല ദിവസത്തിൽ തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന അജോയെ ഈശോ തൻ്റെ വിളിച്ചു. ആ വിളിക്ക് ഉത്തരം നൽകി അവൻ അജോ അച്ഛൻ ഈശോയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അടുത്തായിരുന്ന ആ ഡീക്കൻ അജോയെ ഇന്ന് അധികാരം നൽകുവാനായിട്ടുള്ള ദിവസമാണ്. തന്നോട് കൂടെ ആയിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈശോയോട് ഒരു വൈദികനെ സംബന്ധിച്ചോളം അവൻ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് തന്നോട് കൂടെ ആയിരിക്കുവാനും രണ്ടാമത്തെ വലിയ കർമ്മം സുവിശേഷം പ്രഘോഷിക്കുവാനും മൂന്നാമത്തേത് തിന്മയുടെ ശക്തിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ലോകത്തിൽ നിന്ന് ബഹിഷ്കരിക്കുവാനുമുള്ള വലിയ അധികാരം നൽകുന്ന ദിവസം. ഈ നല്ല ദിവസത്തിൽ നമുക്കെല്ലാം ഏറെ സന്തോഷിക്കാം. അതോടൊപ്പം തന്നെ നല്ല ദിവസത്തിൻ്റെ മാധുര്യത ഏറ്റവും വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടൽ പിതാവ് ഈ ഇടവകയിലേക്ക് കടന്നു വന്നതിനെയാണ്. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അഭിമന്യ പിതാവ് ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനും ഇന്ന് ഈ തിരുകർമ്മങ്ങൾ നടത്തിക്കൊണ്ട് തന്നോട് കൂടെ ആയിരിക്കാൻ സുവിശേഷം പ്രസംഗിക്കുവാൻ അതുപോലെ തന്നെ വിശ്വാസത്തെ വിശ്വസിക്കാനുള്ള അധികാരം നൽകി അഭിഷേകം ചെയ്യുന്ന അജോയെ അഭിഷേകം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്ന അഭിമന്യ പിതാവിന് ഇടവക കുടുംബത്തിൻ്റെ പേരിലും പുലിയുറമ്പൽ കുടുംബത്തിൻ്റെയും ശകാരി കുടുംബത്തിൻ്റെയും ഡീക്കൻ അജോയുടെയും പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ സ്വാഗതം. നമുക്ക് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഓർമ്മിക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയും ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് നൽകുന്നതിനായി മേൽപ്പെട്ടക്കാരന്റെ മുൻപിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. മാർപ്പാപ്പായെയും തിരുസഭാധികാരികളെയും അവരുടെ പിൻഗാമികളെയും പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ അനുസരിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യും. പത്രോസിന്റെ പിൻഗാമി സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. വൈദികാധിയുടെ മുടിമുറിക്കൽ കർമ്മം. തിരുസഭാ മാതാവ് ഈ കർമ്മത്തിലൂടെ വൈദികാധിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ നീക്കിക്കളയട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ നമ്മുടെ മകൻ വൃത്തിയുള്ള വിശുദ്ധിയുള്ള ഒരു
ഒരു നല്ല വൈദികനായിട്ട് എല്ലാവരും ആദരിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈദികൻ വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഹിസ് പ്രീച്ചിങ് മിനിസ്ട്രി. പിതാവ് നിന്നെക്കുറിച്ച് നല്ലത് മാത്രം എല്ലായിടത്തും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, ഔന്നത്യമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിനെ ഈ ദാസനെ അങ്ങയുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ ഇറങ്ങി വരട്ടെ. അങ്ങയുടെ കരുണയാൽ അനുഗ്രഹത്താൽ ഇയാൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത ശുശ്രൂഷ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എപ്പോഴും എന്നേക്കും. ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ പരികർമ്മം ചെയ്യാൻ വിശുദ്ധയുടെ പൗരോഹിത്യത്തിൽ അവകാശം ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാത്യു കൊച്ചുറവിലച്ചൻ അഭിവന്റെ പിതാവ് നവവൈദികനെ ഇപ്പോൾ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. അഭിവന്റെ പിതാവ് നവവൈദികന്റെ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തിയും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ.
വിശ്വാസമാണ്. അവർ പകർന്നു നൽകിയ വിശ്വാസ ജീവിതമാണ് എന്നെ ഇവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ നിങ്ങളെ ഓർക്കുന്നു. ആദ്യ ബലി അർപ്പിക്കുന്ന യോഗ്യതയോടും വിശുദ്ധിയോടും കൂടി ജീവിതകാലം മുഴുവൻ ബലിയർപ്പിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്.